Water presents Green Farm Arabian Kitchen Magic, hosted by Grandmart Hypermarket and powered by Feltron Electronics and Home Appliances and Hot Pack-ലേക്ക് സ്വാഗതം. Arabian Kitchen Magic. പാചകത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കാൻ നമ്മൾ എന്നാണ് തുടങ്ങേണ്ടത്? ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് ഒരു പക്ഷേ പാചകത്തിന്റെ പ്രാധാന്യം അറിയില്ലായിരിക്കാം. എങ്കിലും വീട്ടമ്മമാർക്കെല്ലാം തന്നെ നല്ല രീതിയിൽ പാചകം ചെയ്യാൻ അറിയാം, അതിന്റെ പ്രാധാന്യവും അറിയാം. അപ്പൊ ഏതൊരു സ്റ്റേജിലും പാചകം പഠിച്ചിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഒരു പക്ഷേ സ്കൂളുകളിൽ അവരുടെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് ബേസിക് കുക്കിംഗ് പഠിപ്പിക്കുന്നതും നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും യാത്ര ചെയ്യാനുള്ള ഒരു അപൂർവ ഭാഗ്യം എനിക്ക് ഒരു പക്ഷേ ഉണ്ടായ ആളാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ രുചിഭേദങ്ങളിലൂടെ എനിക്ക് സഞ്ചരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റിന്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മൾക്ക് ഇന്ത്യയുടെ ഏതൊരു ഭാഗത്ത് നിന്നാലും അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുമ്പോഴും വ്യത്യസ്തത അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. ഇന്ത്യക്കുള്ള അത്രയും വൈവിധ്യങ്ങൾ ഭക്ഷണ കാര്യത്തിൽ ഒരു പക്ഷേ മറ്റ് രാജ്യങ്ങൾക്കൊന്നും തന്നെ അവകാശപ്പെടാൻ ഉണ്ടാവില്ല. ഭാഷയുടെ കാര്യം പറയുമ്പോഴാണെങ്കിലും വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു പക്ഷേ പലതരം ജാതിയുടെയും മതത്തിന്റെയും കാര്യം പറയാനാണെങ്കിലും എന്ത് കാര്യം എടുത്താലും നമ്മൾ വ്യത്യസ്തരാണ്. നമുക്ക് ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. ഭക്ഷണ സംസ്കാരത്തിന്റെ കാര്യത്തിലും അത് തന്നെയാണ്. അപ്പോൾ ഏതൊരു പ്രായത്തിലും നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ ഏതു പ്രായത്തിൽ വേണമെങ്കിലും പഠിച്ചു തുടങ്ങാം ഈ പാചകം എന്നുള്ള കലയെ. എന്തായാലും നമ്മളുടെ വീട്ടമ്മമാരെല്ലാം എടുക്കുന്ന ഈ ഒരു താല്പര്യം ഭക്ഷണ വൈവിധ്യങ്ങളുടെ കാര്യത്തിൽ, അതുകൊണ്ട് തന്നെ നമ്മളുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ കേരളത്തിന്റെ ചട്ടക്കൂട്ടിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടല്ല ബിരിയാണി തയ്യാറാക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ബിരിയാണി മാത്രമല്ല, ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു പക്ഷേ അറേബ്യൻ കിച്ചൺ മാജിക് ആയതുകൊണ്ടാകാം മിഡിൽ ഈസ്റ്റിന്റെ വ്യത്യസ്തമായ രുചിഭേദങ്ങളും നമ്മളുടെ മത്സരാർത്ഥികൾ ഇവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ മത്സരം തുടങ്ങാം. ഇന്നത്തെ വിശേഷങ്ങൾ കാണുക. ബിരിയാണി റൗണ്ടിന്റെ മറ്റു 2 കണ്ടസ്റ്റൻസിന്റെ പെർഫോമൻസ് കാണുക, ആസ്വദിക്കുക. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്തത് ഒരു അറബിക് ബിരിയാണിയാണ്. പേര് മക്ലൂബ. ഇത് ആക്ച്വലി ഇത് പലസ്തീനത്തെ നാഷണൽ ഫുഡായിട്ട് അറിയപ്പെടുന്നതാണ്. പക്ഷേ മോസ്റ്റ്ലി എല്ലാ UAE-ക്കാർക്കും എല്ലാ എമിറേറ്റ്സും കവർ ചെയ്യുന്ന ഒരു ബിരിയാണിയാണിത്. ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ പറയാം. ആദ്യമായിട്ട് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമുണ്ട്. വഴുതനങ്ങ, പൊട്ടാറ്റോ, കോളിഫ്ലവർ 3 വെജിറ്റബിൾസ് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കണം. ഉപ്പ് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ വഴുതനങ്ങ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിടക്കൊന്ന് നോക്കണം. ബട്ടറിൽ കുറച്ച് ഓയിലും ആഡ് ചെയ്തിട്ട് ഒരു 2 ഒണിയൻ മതി. ഒണിയൻ അധികം യൂസ് ചെയ്യുന്നില്ല. ഒന്ന് സോൾട്ട് ഇടാം, അത് നന്നാക്കി. ബിരിയാണി പ്ലാൻസ് ഒക്കെ ബിരിയാണി ഞാൻ അറബിക് കിച്ചൺ മാജിക് അല്ലേ, ഒരു അറബിക് ബിരിയാണി തന്നെയാണ്. ഇത് പ്യുവർ അറബിക്. യെസ്, പ്യുവർ മക്ലൂബ എന്ന് പറയും. ഇത് പലസ്തീനിൻ്റെ നാഷണൽ ഫുഡാണ്. പക്ഷേ UAE-ക്കാരുടെ മെയിൻ ഡിഷാണ്. അപ്പോൾ അതിൻ്റെ ഒരു മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൽ വെജിറ്റബിൾസ് മോറായിട്ട് ആഡ് ചെയ്യും. കോളിഫ്ലവർ, ബ്രിഞ്ചാൽ, പൊട്ടാറ്റോ ഒക്കെ ഫ്രൈ ചെയ്തിട്ട് ലെയർ വൈസ്. മക്ലൂബ എന്ന് പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ ആണ്. അപ്പോൾ റൈസ് ഫസ്റ്റ് ഇങ്ങനെ കുറച്ച് റൈസ്, ചിക്കന്, വെജിറ്റബിൾസ്, ദെൻ റൈസ്. പിന്നെ അതിൻ്റെ കൂടെ അവർ കഴിക്കുന്നത് മോസ്റ്റ്ലി ടൊമാറ്റോ പുതിന ചട്നിയാണ്. അത് ഈവൻ മന്തി എടുത്താലും അവർ സെയിം സാധനമാണ്. പിന്നെ ഒരു സലാഡും കൂടെ അതിൻ്റെ കൂടെ. ഇത്രയും കാര്യങ്ങളാണ് പ്ലാനിലുള്ളത്. അതാണ് കാര്യങ്ങൾ നടക്കട്ടെ. ആക്ച്വലി മത്ലൂബ എന്ന് പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ എന്നാണ് അർത്ഥം. അപ്പോൾ ബിരിയാണി റൈസ് മുകളിലും ലെയറായിട്ട് ചിക്കന് സെൻറ്ററിലും ആയിട്ടാണ് അത് ശരിക്കും കിട്ടേണ്ടത്. ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പലസ്തീനിയൻ ഗ്രിൽ ചിക്കനാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സിനമൺ പൗഡർ, അതായത് പട്ടയുടെ പൗഡർ, ജീരകപ്പൊടി, ഏലക്കായ, കറാമ്പൂ എല്ലാം ചേർന്നിട്ടുള്ള മസാല, പിന്നെ പെപ്പർ പൗഡർ, ഒലിവ് ഓയിൽ, കുറച്ച് തൈര്, സോൾട്ട്,
ലെമൺ ജ്യൂസ് വിട്ടിട്ട് മാരിനേഷൻ ചെയ്തിച്ച് 2 മണിക്കൂർ മിനിമം വെക്കണം. ഒണിയൻ നന്നായിട്ട് വഴണ്ടി വന്നിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം ഒരു 1/2 തക്കാളി മതി, അധികം വേണ്ട. ഒന്ന് വഴറ്റി കൊടുക്കുക. വഴുതനങ്ങ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അധികം ഫ്രൈ ആവണമെന്നില്ല, ഓൾറെഡി ദമ്മ് പോലെ ഇടാനുള്ളതാണ്. ടൊമാറ്റോ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. നമുക്ക് മസാലകൾ ചേർക്കാം. ആദ്യമായിട്ട് ജീരകപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് യൂസ് ചെയ്യുന്നത്, 1 ടീസ്പൂൺ. പെപ്പർ പൗഡർ, അതും 1 ടീസ്പൂൺ മതി. ഒരു 1.5 ഇടാം, നമുക്ക് കുറച്ച് എരിവൊക്കെ ഇഷ്ടമായതുകൊണ്ട്. ഓൾ സ്പൈസസ് മസാല, നമ്മുടെ ഗരം മസാല, അറബിക് മസാല, ചിക്കൻ്റെ ക്യൂബ്, അതൊരു 1/2 ഇട്ടാൽ മതി. ഓൾറെഡി സോൾട്ട് ഉള്ള സാധനമാണ്, 1/2 ഇട്ടാൽ നന്നായിട്ട് വഴറ്റുക. മസാലയ്ക്കൊന്ന് സോട്ടായി വരുമ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്യാം. അത് നമുക്ക് പുറത്തുള്ള ഫ്രൈ ചെയ്യുന്ന വഴുതനങ്ങ ഒന്ന് നോക്കാം. പൊട്ടാറ്റോസ് ഇടാം. ഇത് നന്നായിട്ട് ഉപ്പിട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെറും സോൾട്ട് മാത്രം ആഡ് ചെയ്താൽ മതി, വെള്ളം കളഞ്ഞിട്ട്. കോളിഫ്ലവർ ഒന്ന് ഉപ്പിട്ട് പുഴുങ്ങിയിട്ടുണ്ട്, എന്നാൽ അത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരും. ചിക്കനിൽ ഒരുവിധം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് വാട്ടർ ഒഴിച്ചെടുക്കാം. ഞാനിവിടെ 3 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3 കപ്പ് ഏകദേശം വാട്ടർ ആഡ് ചെയ്യാം. കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വയ്ക്കാം. പൊട്ടാറ്റോ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഗ്രില്ലിൽ വെക്കാം. ഇനി ഇതിന് വേണ്ട റൈസ്, ഞാൻ 3 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുറച്ച് സോൾട്ട്, കുറച്ച് സ്പൈസസ് ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുള്ള അരി, ബസ്മതി റൈസാണ്. പൊട്ടാറ്റോ ഓൾറെഡി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ ക്യാപ്സിക്കം ചിലവർ ആഡ് ചെയ്യാറുണ്ട്, പക്ഷെ ഞാനത് പ്രിഫർ ചെയ്തിട്ടില്ല. ചിക്കന് ആയിട്ടുണ്ടെങ്കിൽ ഒരു 3/4 ആയാൽ മതി, കംപ്ലീറ്റ് ആയിട്ട് ആവണമെന്നില്ല, കാരണം ഓൾറെഡി ദമ്മ് പോലെ ഇടാനുള്ളതാണ്. കോളിഫ്ലവർ ഒരുവിധം ആയിട്ടുണ്ട്. നമുക്ക് കോളിഫ്ലവർ കോരിയെടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് ചിക്കൻ എടുക്കാം. ചിക്കൻ പീസസ് മാത്രം മാറ്റി വെക്കുക. ഇതിൽ ഒരു 3 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്തത്. ഒരു 3 കപ്പും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് തിളപ്പിക്കാം. നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കാം. സെറ്റ് ചെയ്യാച്ചാൽ ദമ്മിടുന്ന പോലെ ചെയ്യാം. ആദ്യം മറ്റേ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ട് ഫസ്റ്റ് ടൊമാറ്റോ വെച്ചിട്ട് താഴത്തെ ലെയർ ടൊമാറ്റോ വെക്കാം. അതിന് ശേഷം കുറച്ച് റൈസ് ഇടാം. അതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ പീസസ് ലെയർ ഇടാം. ചിക്കൻ പീസസിൻ്റെ മുകളിൽ എല്ലാ വെജിറ്റബിൾസും 3 ലെയറായിട്ട് ഇടാം. ഫസ്റ്റ് പൊട്ടാറ്റോ ആഡ് ചെയ്യാം. 1 ലെയർ പൊട്ടാറ്റോ ഇട്ട് നെക്സ്റ്റ് ബ്രിഞ്ചാൾ വഴുതനങ്ങ ഫ്രൈ ചെയ്തത് അടുത്ത ലെയറായിട്ട് ഇടാം. നെക്സ്റ്റ് കോളിഫ്ലവർ ഇടാം. മൂന്ന് ലെയർ ഇട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും റൈസ് ഇടാം. 3 കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 6 കപ്പ് ചിക്കൻ്റെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സ്റ്റോക്ക് ഒഴിക്കാം. ഒരു 6 കപ്പായിട്ട് 1 കപ്പും കൂടെ വെള്ളം ഒഴിച്ചിട്ട് സ്റ്റോക്ക് എടുക്കുമ്പോൾ നമ്മൾ
ആ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയത് അരിച്ചിട്ടുണ്ടായിരുന്നു. അത് നിർബന്ധമല്ല, ഓപ്ഷണലാണ്. വേണമെങ്കിൽ അങ്ങനെ തന്നെ ഇടാം. നമുക്കിത് അടച്ചു വെച്ചിട്ട് സിമ്മിൽ വയ്ക്കാം. ഒരു അരമണിക്കൂർ നോക്കാം. ഓക്കെ, ബീഗം ഏതാണ്ട് വിചാരിച്ച പോലെ പ്ലാൻ എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ? കാര്യങ്ങളൊക്കെ ദമ്മിട്ട് വെച്ചു. ആഹാ, ഒരു അറബിക് സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഫ്ലേവേഴ്സ് ഓക്കെ. ആൻഡ് അതിൻ്റെ ടൊമാറ്റോ ചട്നി റെഡിയാണ്. പിന്നെ ഇതിൽ മറ്റേ പുതിന മല്ലിച്ചപ്പ് അതൊന്നും യൂസ് ചെയ്യുന്നില്ല റൈസിൽ. അപ്പോൾ പൈനട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട് റോസ്റ്റ് ചെയ്തിട്ട്. പൈനട്ട്സ് അവരുടെ പ്രധാന കാര്യമാണല്ലോ. നട്ട്സും കിസ്മിസും ഒന്നും യൂസ് ഇല്ല. അപ്പോൾ ടിപ്പിക്കലി ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. നല്ല ഒരു പാചകക്കാരിയാണ് അപ്പോൾ ലഭ്യം. ഓക്കെ, താങ്ക്സ്. സമയം കഴിഞ്ഞു കേട്ടോ ഓൾമോസ്റ്റ്. അപ്പോൾ അതിൻ്റെ പ്ലേറ്റിംഗ് ഈ മക്ലൂബക്ക് നട്ട്സും കിസ്മിസും ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ യൂസ് ചെയ്യുന്നത് പൈനട്ട്സ് ആണ്. ഇത് അറബികളുടെ മെയിൻ സാധനമാണ്. അത് റോസ്റ്റ് ചെയ്തിട്ടിടും. നമ്മൾ ഗീയിൽ റോസ്റ്റ് പോലെ ഒരു ബട്ടറിൽ റോസ്റ്റ് ചെയ്തിട്ടാണ് ഇടുക. കുറച്ച് നമുക്ക് പൈനട്ട്സ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കനാണ്. 1/2 കിലോ ചിക്കൻ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒരു പേസ്റ്റ് 1 സ്പൂൺ. ഇത്രയും എടുത്ത് ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ ഞാൻ എണ്ണയിലൊന്നിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. എണ്ണയിലേക്ക് ഞാൻ മസാല പരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടിട്ടുണ്ട്. ചിക്കൻ ഒരുപാട് ഡ്രൈ ആവരുത്. ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ വഴണ്ട് കഴിഞ്ഞ ഉടനെ തന്നെ അതെടുക്കുക. ചിക്കൻ ഞാൻ ഉദ്ദേശിച്ച പരുവമായിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആവാതെ ജസ്റ്റ് ഒന്ന് വാടുന്ന രീതിയിലായിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ കോരിയെടുക്കാം. ഈ പാനിലേക്ക് തന്നെ ഞാൻ 2 മീഡിയം സൈസ് സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് ഈ പാനിലേക്കിട്ട് ഇളക്കിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ ഓണിയൻ വഴറ്റിയെടുക്കുക. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. ഇത് വഴണ്ട് വരുമ്പോൾ ചെറിയ 2 തക്കാളിയാണ്, അതും കട്ട് ചെയ്തിട്ട് അതും ഇടുക. ഇതിലിപ്പോൾ സവോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ടൊമാറ്റോ, മല്ലിയില, പുതിനയില ഇത്രയാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇത് ഞാൻ ആ ചിക്കൻ വറുത്ത് കോരിയ എണ്ണയിൽ തന്നെ ഇട്ടിരിക്കണേ. ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല. നമുക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം. ഞാൻ വളരെ കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ അല്പം ഗരം മസാല ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ മസാലയൊക്കെ ചേർത്ത് എണ്ണയിൽ ഒന്ന് ജസ്റ്റ് പൊരിച്ചെടുത്ത ഈ ചിക്കനും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്യും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ മസാലയൊക്കെ വെച്ച് എല്ലാം പരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് വേവാനായിട്ട് ഒന്ന് മൂടി വയ്ക്കാം. ഇതിനിടയിൽ നമുക്ക് നെയ്ച്ചോറുണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പ് വെച്ചു. അത് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കുന്നു. അതിലേക്ക് ഏലക്ക, ഒരു പട്ട, ഗ്രാമ്പു ഇത്രയിട്ട് ഇളക്കിയിട്ട് ഇതിലേക്ക് ഞാൻ നേരത്തെ ചിക്കന് പുരട്ടാൻ വേണ്ടി ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ ഒരു പേസ്റ്റ് ഉണ്ട്. അത് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നെയ്യിലേക്ക് ഇടാണ്, വളരെ കുറച്ച്. എന്നിട്ട് അത് ഈ എണ്ണയിൽ വഴറ്റുന്നു. ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് റൈസാണ്. അത് കഴുകി ഡ്രൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസാണ്. അത് ഇതിനകത്തേക്ക് ഇട്ട്
നന്നായിട്ട് ഇളക്കി ഒന്ന് കൊടുക്കുക. ഈ 1 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം നമുക്ക് ചോറിന് ആവശ്യമുണ്ട്. അപ്പോൾ ഈ 2 കപ്പ് വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ 2 കപ്പ് വെള്ളം ഈ 1 കപ്പ് അരിയിൽ ഞാൻ ഒഴിക്കുന്നു. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. വെള്ളത്തിൽ ഉപ്പ് അല്പം മുന്തി നിൽക്കണം, എന്നാലായിരിക്കും ചോറിൻ്റെ അകത്ത് നല്ലപോലെ ഉപ്പ് ഉണ്ടാവുക. നമുക്കത് തിളയ്ക്കണ വരെ അല്പം കൂട്ടി വയ്ക്കാം തീയെ. ഈ അടപ്പ് മൂടി വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച് വരുന്നുണ്ട്. ഹലോ അനീഷ. ആ മാം, ബിരിയാണി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഞാൻ ടൊമാറ്റോ ചിക്കൻ ബിരിയാണിയാണ് സാധാരണയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്ത് റൈസാണ് യൂസ് ചെയ്യുന്നത്? ജീരകശാലയാണ് യൂസ് ചെയ്യുക. ടൊമാറ്റോയ്ക്ക് എന്താണ് ഇവിടെ പ്രാധാന്യം? ടൊമാറ്റോ എങ്ങനെയാണ് അതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്? കുറച്ച് നോർമലി നമ്മളിപ്പോൾ ഒരു ചിക്കൻ ബിരിയാണിയിൽ വേണമെങ്കിൽ തൈര് അല്ലെങ്കിൽ ടൊമാറ്റോ ഒക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ അതിനൊരു ഹാഫ് ടൊമാറ്റോയും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുള്ളൂ. അത്രേ ഉള്ളൂ. ഒരുപാട് വല്ലാത്ത ഫ്ലേവർ വരില്ല, എന്നാലും കുറച്ച് ടൊമാറ്റോയുടെ ഒരു പേരിടാൻ വേണ്ടിയുള്ളത് മാത്രമേ ഉള്ളൂ. ശരി, അപ്പോൾ ഓക്കെ കയറിയോ? നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതെയും കട്ട പിടിക്കാതിരിക്കാതെ വേണം അത്. എന്നാലുള്ള അരികളൊക്കെ ഒന്ന് വിട്ട് നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ എല്ലാം കൂടെ കൂടി നിൽക്കും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഈ ചോറ് നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ട് ഈ ചോറ് നമുക്ക് ചിക്കനിലിട്ട് ദമ്മാക്കിയെടുക്കാം. അപ്പോൾ ഏകദേശമായോ? ഏകദേശമായി. ചിക്കൻ മസാല ആയിട്ടുണ്ട്. നല്ല മണോ. കുറച്ച് ടൊമാറ്റോ ഒന്ന് വന്നിട്ടുണ്ടെന്ന് ചെയ്താൽ മതി. നമ്മൾക്കും സമയം ഏതാണ്ട് കഴിഞ്ഞു. നിങ്ങളുടെ 1.5 മണിക്കൂർ സമയം കഴിയാറായി. ദമ്മിടാൻ എത്ര സമയം ദമ്മിടാനാണ് പ്ലാൻ ചെയ്യുന്നത്? ഒരു 10 മിനിറ്റ്സ് ഉള്ളൂ. നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നെയ്ച്ചോറും ഇട്ടു. അതിലേക്ക് കുറച്ച് മല്ലിയില, ഒരു സ്വല്പം ഗരം മസാല, ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിത്തും നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് കുറച്ച് നേരം ദം ചെയ്യാൻ വേണ്ടി വെക്കാം. അങ്ങനെ ചിക്കൻ്റെ മസാലയും അതിൻ്റെ മുകളിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന നെയ്ച്ചോറും മല്ലിയിലയും ഞാൻ നെയ്യിൽ വറുത്ത് കോരിയ കാഷ്നട്ടും കിസ്മിസും എല്ലാം ഇട്ട് ഞാൻ ദം ചെയ്ത് വെച്ചു. 10 മിനിറ്റായി. ഞാൻ പൊട്ടിക്കാറായിട്ടുണ്ട്. അറേബ്യൻ കിച്ചൺ മാജിക്കിൻ്റെ സെക്കൻഡ് റൗണ്ടായ ബിരിയാണി റൗണ്ട് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റൗണ്ടാണിത്. അപ്പോൾ നമ്മളുടെ 2 കണ്ടസ്റ്റൻസ് ഇവിടെ നല്ല നല്ല ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞു. ഒന്ന് ബീഗം ആൻഡ് സെക്കൻഡ് അനീഷ. ഈ 2 പേരും വ്യത്യസ്തമായ രീതിയിൽ ബിരിയാണികൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ബീഗം തയ്യാറാക്കിയ വെരി സ്പെഷ്യൽ ബിരിയാണിയാണ്. വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബീഗത്തിനെ വിളിക്കാം പ്ലീസ്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തളർന്നോ? ഇല്ല, ഇത് സ്ഥിരമുള്ളതാണ്. വീട്ടിലെപ്പോഴും ചെയ്ത് അങ്ങനെ ശരിയായി. ഓക്കെ, ഇതെന്തായിരുന്നു? ടിപ്പിക്കൽ മക്ലൂബ അറബിക്. അവരുടെ ഇഷ്ടത്തിന് ഉള്ള എല്ലാ കാര്യങ്ങളും. മക്ലൂബ ഗ്രിൽഡ് ചിക്കൻ, അറബിക് ഗ്രിൽഡ് ചിക്കൻ, ടൊമാറ്റോയുടെ ഒരു ചട്നി ഉണ്ടാക്കി. പിന്നെ ഒരു തുപ്പുലെന്ന് പറഞ്ഞിട്ടൊരു സലാഡ്. അത് വീറ്റ് ഫ്ലേക്സ് വെച്ചിട്ട്. വീറ്റ് ഫ്ലേക്സ് ആദ്യം ചട്നി തന്നെ തുടങ്ങാം.
എൻ്റെ ടേസ്റ്റ് ബഡ്സിനെയൊക്കെ ഒന്ന് ഞാൻ ആക്ടിവേറ്റ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് കിടക്കാം. എവിടുന്ന് തുടങ്ങണം? ലെയർ ചിക്കൻ ആണ്. ഫസ്റ്റ് ലെയർ ചിക്കൻ, അത് കഴിഞ്ഞിട്ട് പൊട്ടാറ്റോ, ബ്രിഞ്ചാൽ, കോളിഫ്ലവർ, റൈസ്. ബ്രിഞ്ചോൾ എൻ്റെ ഫേവറേറ്റ് അല്ല, ബട്ട് എന്തായാലും ചിക്കൻ്റെ ഒക്കെ സ്റ്റോക്കും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ഉണ്ടാകുമല്ലോ ടേസ്റ്റ് വൈസ്. ആ ഉരുളക്കിഴങ്ങിൻ്റെയും ബ്രിഞ്ചോളിൻ്റെയും എല്ലാം ടേസ്റ്റാണ് പിന്നെ മുന്നിട്ട് നിൽക്കുന്നത്. ആക്ച്വലി ചിക്കൻ്റെ സ്വാദിനെക്കാട്ടിലും എനിക്ക് കിട്ടുന്നത്. പക്ഷെ ഇതായിരിക്കണം വെജിറ്റബിൾസ് ചിക്കന് ഉണ്ടെന്നേ ഉള്ളൂ അല്ലേ. ഗ്രിൽഡ് ചിക്കൻ, അറബിക് സ്പൈസസ്. അതിലെ ചിക്കനിലും അറബിക് സ്പൈസസ് ഉണ്ട്, പക്ഷെ ഇതെല്ലാം കൂടി വരുന്നത് കൊണ്ട് അത്രത്തോളം. പക്ഷെ അതാണല്ലോ അതിൻ്റെ ടേസ്റ്റ്, ടിപ്പിക്കൽ ടേസ്റ്റ് ആണല്ലോ. നമുക്കത് ആ ടേസ്റ്റിൽ തന്നെ നമ്മൾ ആസ്വദിക്കണം അല്ലേ. അത് പെർഫെക്ഷനിൽ വന്നു എന്നാണ് നോക്കുന്നത്. ഈ കോളിഫ്ലവർ ഒക്കെ വരുമ്പോൾ അതിന് ഭയങ്കര ഫ്ലേവറാണ്. നാച്ചുറലി അത് കയറി കൂടുതലായിട്ടും അല്ലേ. കോളിഫ്ലവറും ക്യാബേജിനും ഒക്കെ അതിനാണ് കൂടുതൽ സ്വാദ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു വിഭവത്തിന് അങ്ങനെ തന്നെയാണ് ആണ്. അതുകൊണ്ട് പിന്നെ അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മല്ലിച്ചപ്പ്, പുതിന അതൊന്നും യൂസ് ചെയ്യാറില്ല. പൈൻ നട്ട്സ്, ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടിപ്പിക്കൽ. ഇത് അങ്ങനെ തന്നെ ആസ്വദിക്കുക അല്ലേ. ഓക്കെ, എനിവേ താങ്ക്സ്, ഗുഡ്. ഓക്കെ, താങ്ക്സ്. അങ്ങനെ നമ്മൾ ബീഗത്തിൻ്റെ ബിരിയാണി സ്വാദ് നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്ത ആൾ റെഡിയാണ്, അനീഷയുടെ സ്പെഷ്യൽ ബിരിയാണി. അനീഷ വരും. അനീഷ, ചിക്കൻ ടൊമാറ്റോ ബിരിയാണി സാധാരണയെക്കാട്ടിലും ഒരു പൊടിക്ക് ഒരു സാധാരണ നമ്മളെ ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളിയുടെ വല്ലാത്ത ടേസ്റ്റിന്റെ ആണ്. ഞാൻ അതിൽ നിന്ന് ഒത്തിരി മാറി. അതൊന്നും വേണ്ട വിചാരിച്ചു? ഇല്ലില്ല, അതൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ കുറച്ച് കുറഞ്ഞു സത്യത്തിലാക്കി. ഓക്കെ, അപ്പൊ ഇതിലെനിക്ക് ഗരം മസാലയുടെ ഒക്കെ ടേസ്റ്റ് കിട്ടുമല്ലോ അല്ലേ? തീർച്ചയായും. സ്പൈസസ്, ഇഞ്ചി വെളുത്തുള്ളി ഒന്നും കുറച്ചിട്ടില്ലല്ലോ. ഓക്കെ, ഒന്ന് നോക്കാം. ടേസ്റ്റുണ്ട്. ചോറൊക്കെ പാകത്തിന് വെന്തു. വേണമെങ്കിൽ ഒരു അല്പം കുറച്ച് കൂടുതൽ വെന്തു എന്ന് വേണമെങ്കിൽ പറയാം. കുഴപ്പമില്ല. ചിക്കനും ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇത് ടൊമാറ്റോ ബിരിയാണി എന്നൊരു പേരിൽ മാത്രമേ ടൊമാറ്റോ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് ഇതിലൊരു സാധനം ഞാൻ കാണുന്നില്ല. പക്ഷെ ഒരു ചെറിയ സോർ ടേസ്റ്റ് ഉണ്ട്. അത് ആ ടൊമാറ്റോയുടെ തന്നെ ആയിരിക്കും അല്ലേ? അല്ല, തൈരൊന്നും ചേർത്തിട്ടില്ലല്ലോ. തൈരൊക്കെ എല്ലാം വളരെ അല്ല, തൈരുണ്ട് ഇതിനകത്ത്. ഓക്കെ, അതുകൊണ്ട് അത് ടൊമാറ്റോയുടെ ആണെന്നും പറയാൻ പറ്റില്ല. പക്ഷെ കൊള്ളാം, നല്ലൊരു ബിരിയാണി. ഗുഡ്, താങ്ക് യു. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമാകുന്നു. അനീഷയുടെയും ബീഗത്തിൻ്റെയും വ്യത്യസ്തമായ 2 തരം ബിരിയാണി സ്വാദ് നോക്കിക്കഴിഞ്ഞു. എന്തായാലും നല്ല പെർഫോമൻസ് ആണ് രണ്ടുപേരും കാഴ്ചവെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇന്നത്തെ എപ്പിസോഡും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് റൗണ്ടായ ബിരിയാണി റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് ബിരിയാണി വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ നമ്മളുടെ 12 കണ്ടസ്റ്റൻസും നിങ്ങൾക്ക് 12 വ്യത്യസ്തമായ ബിരിയാണികളുടെ റെസിപ്പീസാണ് നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്കതൊരു മുതൽക്കൂട്ടായിരിക്കും. നിങ്ങളുടെ ഡയറിയിലെല്ലാം എഴുതിയിടുക. നിങ്ങൾക്കതെല്ലാം തന്നെ പരീക്ഷിച്ച് നോക്കാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ റൗണ്ടുമായി വീണ്ടും വരുന്നു. അപ്പോൾ കാത്തിരിക്കുക. അതുവരെ മസ്സലാമ.